Today's word of God is from Matthew chapter 10, verse 8. Cure the sick, raise the dead, cleanse lepers, drive out demons. Without cost you have received, without cost you are to give. Jesus calls us to be instruments of his compassion, bringing God's healing to body, mind, and soul. He invites us to lead those who are spiritually separated from God to new life in him. We are called to extend his mercy to the marginalized and rejected. Jesus' power is greater than all the forces of darkness, and through his death and resurrection, he has won the ultimate victory over evil. Having freely received God's blessings, we are called to share them generously with others in love and service. Amen. ഇന്നത്തെ വചനവായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാം തിരുവചനം. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. യേശു തൻ്റെ അധികാരവും ശക്തിയും നമുക്ക് നൽകിയിരിക്കുന്നത് ആത്മീയവും മാനസികവും ശാരീരികവുമായി രോഗബാധിതരായവരെ സുഖപ്പെടുത്തുവാനും പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്ന് ആത്മീയമായി മരിച്ചിരിക്കുന്നവരെ പുനരുജ്ജീവിപ്പിക്കാനും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അവഗണിക്കപ്പെട്ടു പോയവരോട് കരുണ കാണിച്ച് ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാനും ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാനും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അധികാരം പ്രഖ്യാപിക്കാനുമാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ദാനമായി കിട്ടിയ ഈ സ്നേഹവും കൃപയും വരങ്ങളും ദാനങ്ങളുമൊക്കെ സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കാതെ നിസ്വാർത്ഥമായി മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകുന്നത്. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും മാധ്യമങ്ങളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി അങ്ങയുടെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ മരിയ. പ്രൈസ് യു ജീസസ്.